ഹായ്, നമുക്കിന്ന് പിത്ത ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിത്ത ബ്രെഡിനെ നമ്മൾ ഷവർമ ബ്രെഡ് എന്നും പറയും. അതായത് നമ്മൾ ഷവർമയിലൊക്കെ യൂസ് ചെയ്യുന്ന കട്ടിയുള്ള ഒരു സോഫ്റ്റ് ബ്രെഡ് ഇല്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ മൈദയിൽ മാത്രമാണ് ഷവർമ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതാണ് ഈ കളർ വന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൈദ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ 2 കപ്പ്, ഈസ്റ്റ് 1.5 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്, ഈസ്റ്റ് പൊങ്ങി വരില്ല. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പിത്ത ബ്രെഡ് ഉണ്ടാക്കുന്നത് മൈദയിലാണ്. മൈദയിൽ ഉണ്ടാക്കിയാലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടി ഈസ്റ്റും കൂടെ ചേർക്കുമ്പോൾ അത്ര നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൈദ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. 10 മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒന്ന് മുകളിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 2 മണിക്കൂർ ഒന്ന് നമുക്ക് മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഇപ്പം എല്ലാം ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. നേരത്തെ ഞാൻ പൂരിയുടെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. എങ്കിൽ മാത്രമേ എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ സാവധാനം എല്ലാ ഭാഗത്തും ഒരേ പ്രഷർ കൊടുത്തിട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തി പോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ കനത്തിൽ പരത്തിയെടുക്കുക. ഈ പരത്തിയത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഈ പരത്തിയെടുത്തത് ഒരു 30 മിനിറ്റ് ഈ തുണി കൊണ്ട് മൂടി വയ്ക്കുക. അപ്പോൾ അത് നല്ലപോലെ പൊങ്ങി വരും. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ തവയിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒന്നും കൂടെ പൊങ്ങി വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, പോക്കറ്റ് പോലെ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൈദ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. എല്ലാ ദിവസങ്ങളിലും ഉണ്ടാക്കുന്നെങ്കിൽ മാത്രം ഇങ്ങനെ ഗോതമ്പ് പൊടി ചേർത്താൽ മതി. പക്ഷേ ഗോതമ്പ് പൊടിയിൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.
ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.